മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 10 മണിയോടുകൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കണ്ണൻദേവൻ പെട്രോൾ പമ്പ്, കണ്ണൻദേവൻ ടീ ഔട്ട്ലെറ്റ് എന്നിവയ്ക്ക് സമീപമാണ് ഇടിഞ്ഞത്. രാഹുൽ വിജയൻ തത്സമയം ചെയ്തുകൊണ്ട് വിവരങ്ങളുമായി. രാഹുൽ, കനത്ത മഴയുണ്ട് ആ മേഖലയിൽ നിന്നറിയാം. എന്താണ് ഇവിടെ സംഭവിച്ചത് മാട്ടുപ്പെട്ടി റോഡിൽ? പ്രവിത, അല്പസമയം മുമ്പാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. മൂന്നാർ മേഖലയിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ്, തോരാത്ത മഴയായിരുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ടീ ഫാക്ടറിക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തിരുന്നില്ല മണ്ണിടിച്ചിൽ, അതും ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു. മാത്രമല്ല രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ അതുവഴി ഉണ്ടായിരുന്നില്ല താനും. എന്തായാലും മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത കൂടി ഉണ്ടല്ലോ അവിടുന്ന് രാഹുൽ, അത് ഈ ഗ്യാപ്പ് റോഡിലാണ്. അവിടെ മരങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്, ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? മൂന്നാർ മേഖലയിൽ പൊതുവെ ശക്തമായ കാറ്റാണ് വീശുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാപ്പ് റോഡിന്റെ വശങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്നതും പൊടിഞ്ഞു വീഴുന്നതുമായ സാഹചര്യം ഉണ്ടായത്. ലൈൻ കമ്പികൾ ഉൾപ്പെടെ, അതായത് കറണ്ട് കമ്പികൾ ഉൾപ്പെടെ പൊട്ടി റോഡിൽ തടസ്സമായി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതൊക്കെ മാറ്റി ഗതാഗതം പുലർച്ചെയാകുമ്പോഴേക്കും സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് താനും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രിയാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല റോഡിൽ നേരത്തെ തന്നെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. മഴ ശക്തമാകുന്ന സമയത്ത് യാത്രകൾ പാടില്ല, കാരണം എപ്പോഴും ഭാഗത്ത് പല വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി രാഹുൽ, ടെലിഫോൺ ലൈനിൽ വ്യക്തതക്കുറവുണ്ട്. എന്തായാലും മണ്ണിടിച്ചിലുണ്ട്, ഒപ്പം മരം കടപുഴകി വീഴുന്നുണ്ട് ആ മേഖലകളിൽ. നേരത്തെ ഓർമ്മിപ്പിച്ചതാണ്, മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം. ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ ജാഗ്രത പാലിക്കുക. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.